ഭാഗ്യാന്ന് സദാശിവനെ പോലത്തെ ഒരു ഭർത്താവിന് കിട്ടിയത്. അതെന്താടി ഇപ്പൊ പറയാൻ? ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അതെ, ഞാൻ അറിഞ്ഞു. നിനക്കൊക്കെയാന്ന് യോഗം. എന്തൊക്കെ ടൈപ്പ് ഗിഫ്റ്റാ നിനക്ക് കിട്ടിയേ? വാച്ച്, കമ്മല്, മാല. ഓ, സദാശിവനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. ഏത് മാല, ഏത് കമ്മല്, ഏത് വാച്ച്? സദാശിവൻ ഫേസ്ബുക്കിൽ കലിപ്പന്റെ കാന്താരി, സ്നേഹിതർ, നിനക്കായി എന്നിങ്ങനെ ഏതെല്ലോ ഗ്രൂപ്പിൽ ഭാര്യന്റെ ഗുണഗണങ്ങളെ പറ്റിയും നിനക്ക് കിട്ടിയ ഗിഫ്റ്റിനെ പറ്റിയൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. നീ ഒന്നും കണ്ടിട്ടില്ല? അതിന് എനിക്ക് ഫേസ്ബുക്ക് ഒന്നുമില്ല. ഫേസ്ബുക്കോ വാട്സപ്പ് ആക്കാല് കാല് കുത്തിക്കളി ആ കാലമോടെ എന്നോട് പറഞ്ഞത്. ഓ, അയാൾ എന്താ പറഞ്ഞാൽ ഫേസ്ബുക്കിലാണല്ലേ ആഘോഷിച്ചത്. നാളെ എതിരായിട്ട് ഒരാഘോഷം ഇവിടെ ഉണ്ടായിട്ടാ. എന്തിന് ഒരു വിഷു പോലും ചെയ്തിട്ടാ. എന്നിട്ടാണ്. ഓ അതെയാ, അതാ ഞാൻ വെക്കട്ടെ. കണ്ടാ, ഈ നാട്ടുകാരെ മുമ്പിൽ കാണിക്കുന്ന ഷോ ഒന്നുമല്ല സ്നേഹം. എനിക്കിപ്പോൾ മതിയായ. ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്നില്ലെങ്കിലും നിനക്ക് വിഷും ചെയ്യലുണ്ട്, ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ട്. ദാ ഒരു ഗിഫ്റ്റ്, ആനക്കുട്ടി പോ. ഞാനിപ്പോൾ ഓളെ വിളിച്ചത് എന്തിനാന്ന് വെച്ചിട്ടാ, ഓളെ ഭർത്താവ് വെറും ഷോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഓളെ വായിന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം, അതിന് വേണ്ടിയിട്ടാ. ഒരാശ്വാസം.